നമ്മുടെ ലൈഫിൽ ഇന്ന് ചെയ്യാൻ മറക്കുന്നതും അതുപോലെ കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യാൻ പഠിപ്പിക്കാത്തതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയാൻ നന്ദി പറയാന്നുള്ളതാണ്. നമ്മുടെ ലൈഫിൽ അത് വലിയ ഇമ്പോർട്ടൻ്റേ അല്ലാത്ത രീതിയിലായിക്കൊണ്ടിരിക്കുകയാണ്. ലൈഫിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടുന്ന ഒരു കാര്യമാണ് നന്ദി പറയാന്നുള്ളത്. നമ്മുടെ ലൈഫിൽ നമ്മോട് തന്നെ പ്രത്യേകിച്ച് പ്രാർത്ഥനകളൊക്കെ നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതാണെങ്കിലും നമ്മുടെ ലൈഫിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണെങ്കിലും നമ്മൾ ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയാനുള്ളത് നമുക്ക് കിട്ടിയതിനെ പറ്റിയും അല്ലെങ്കിൽ നമുക്ക് കിട്ടാതിരിക്കുന്ന കാര്യത്തെ പറ്റിയും എല്ലാം ഓർത്ത് നന്ദി പറയാനുള്ളതാണ്. ദൈവത്തോട് നന്ദി പറയാനുള്ളതാണ്. അതേപോലെ നമ്മളോട് നന്ദി പറയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതൊക്കെ ചെയ്യാന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം കേട്ടോ. നമ്മൾ എപ്പോഴാണ് ഈ വക കാര്യങ്ങൾ നമ്മൾ നന്ദി പറയുമ്പോഴാണ് ഇപ്പൊ ലൈഫിൽ രാവിലെ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ട് വൈകുന്നേരം ഉറങ്ങാനാകുമ്പോഴേക്കും നമ്മളുടെ ലൈഫിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഓർത്തെടുത്തിട്ടാണ് നന്ദി പറയുന്നുണ്ടാവുക. അപ്പൊ നമ്മുടെ ലൈഫിൽ ഇന്നത്തെ ദിവസം നമുക്ക് എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് ഈ നന്ദി പറയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ പലരും ഞാനൊരു പൊട്ടയാണ്, എനിക്ക് ഇന്നും ഒന്നുമില്ല, ഞാനൊരു നല്ല ദിവസേ അല്ലായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഇന്നും കഷ്ടപ്പാടാണ്, ഒരു സുഖമില്ല എന്ന് പറയുന്ന ആൾക്കാർ ഈ പറഞ്ഞ നന്ദി ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുക അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്ന ആൾക്കാരാണെങ്കിൽ ലൈഫിൽ അവർ ചിന്തിക്കാൻ തുടങ്ങും ബാക്കിലേക്ക്, എന്താണ് ഇന്ന് സംഭവിച്ചിട്ടുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡെങ്കിലും എനിക്ക് എഴുതണമല്ലോ എന്ന്. അപ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റും, ഓ ഈ വക കുറച്ച് കാര്യങ്ങളൊക്കെ എൻ്റെ ലൈഫിൽ ഇന്നത്തെ ദിവസം എനിക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. അതിനും കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇങ്ങനെ പരാതികൾ മാത്രം തോന്നുന്ന ആൾക്കാർക്ക് തിരിച്ച് ചിന്തിക്കാനും ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന കാര്യം വളരെ സൂപ്പറാണ്. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ മനസ്സിൽ വിചാരിച്ച് ദൈവത്തോട് എപ്പോഴും പറയുന്ന ആൾക്കാരായിരിക്കും എല്ലാവരും. പക്ഷേ അതൊരു പേപ്പർ എടുത്ത് ഒരു ബുക്കിൽ എഴുതുകയാണെങ്കിൽ അത് എത്ര നല്ല ബെനിഫിറ്റ് തരുന്ന ഒരു കാര്യമാണല്ലോ. ഇതൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആട്ടോ. ഒരു ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്തൊന്ന് നോക്കാമല്ലോ. ഒരു 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഒന്ന് എഴുതി നോക്കും, ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ ഒന്ന് എഴുതി നോക്കും. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ വലിയൊരു ചേഞ്ച് വരുത്തുക ചെയ്യും കേട്ടോ. നിങ്ങൾക്കൊരു നാച്ചുറലി നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പീസ് അല്ലെങ്കിൽ ഒരു സമാധാനമൊക്കെ കടന്നു വരുന്നത് കാണാൻ പറ്റും. നിങ്ങൾ ഈ ഒന്നുമില്ല, എനിക്കൊന്നും സംഭവിക്കുന്നില്ല, എൻ്റെ ലൈഫ് സീറോ ആണ്, ഞാൻ പൊട്ടയാണെന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് എനിക്ക് എന്തൊക്കെയോ ഉണ്ടായിട്ടുണ്ട്, എനിക്ക് എന്തൊക്കെയോ ഓരോ ദിവസവും കിട്ടിയിട്ടുണ്ട്, എൻ്റെ ലൈഫിലേക്ക് ഓരോന്ന് കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളൊരു പ്രസന്റ് ആയിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം നിറയും, സത്യമായിട്ട് നിറയും. അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എഴുതുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുന്ന കാര്യത്തെ പറ്റിട്ടോ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയുന്നത്. ഇനി ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എൻ്റെ ലൈഫിലൊക്കെ ഞാനൊരു ക്രിസ്ത്യൻ കുട്ടിയാണ്. ഞങ്ങൾക്ക് കുട്ടിയിൽ തന്നെ വീട്ടില് എല്ലാ കാര്യങ്ങളും ഇപ്പൊ പ്രയർ നടക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ എല്ലാ കാര്യങ്ങളും ഇന്ന് കഴിച്ച ഭക്ഷണത്തിന് നന്ദി, ഇന്ന് കിട്ടിയ വസ്ത്രത്തിന് നന്ദി, ഇതുപോലെയുള്ള കാര്യങ്ങൾ അന്നത്തെ ദിവസം സ്കൂളിൽ പോയിട്ട് പഠിക്കാൻ പറ്റിയത് അല്ലെങ്കിൽ തിരിച്ച് പുറത്ത് പോയി തിരിച്ചു വരാൻ കഴിഞ്ഞതിന്, ഇനിയിപ്പം ഒരു ലോങ് ഡ്രൈവ് ചെയ്തിട്ടാ പോകണമെങ്കിൽ ആ യാത്രയിൽ കൂടിയിരുന്നതിന് എല്ലാത്തിനും നന്ദി പറയും കേട്ടോ. അത് നമ്മൾ ദൈവത്തോട് നന്ദി പറയും. ഇപ്പം ഇന്ന ദൈവം ഇന്ന രീതിയിലൊന്നുമല്ല, നമ്മൾ സാധാരണ നോർമലി ഒരു നന്ദി, ഇന്നത്തെ ദിവസത്തിന് നന്ദി, അങ്ങനെ മാത്രമേ ഇതുള്ളൂ. ഒരാളോട് പറയുന്നതാണെന്നോ ഒന്നുമല്ല, നമ്മുടെ മനസ്സിൽ നമുക്കായിട്ട് തുറന്ന് ഇടുന്നത്. നമ്മൾക്ക് അപ്പൊ അന്ന് അങ്ങനെ എഴുതുക അല്ലെങ്കിൽ അന്ന് അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് ലൈഫിൽ എന്തൊക്കെയല്ലോ ഇപ്പം നമ്മളൊരു യാത്ര ചെയ്ത് വന്നെങ്കിൽ ഇറ്റ്സ് ഓക്കെ, അതൊരു നമുക്ക് നല്ലൊരു കാര്യം മാത്രം, നമുക്ക് അങ്ങനെ ഒരു മൈൻഡിൽ അങ്ങനെ മാത്രം. പക്ഷെ അതിനെപ്പറ്റി ഒരു നന്ദി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല സേഫ് ആയിട്ട് പോയി വരാൻ പറ്റിയല്ലോ എന്നുള്ളൊരു ചിന്തയും കൂടെ നമ്മൾ മനസ്സിലേക്ക് വരും. മനസ്സിലാകുന്നില്ലേ? അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗുഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ലൈഫിൽ നമ്മളത് പ്രാക്ടീസ് ചെയ്ത് വരികയാണെങ്കിൽ. പൊതുവേ ഈ ജേർണലിങ് എഴുതുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ജേർണലിംഗ് ഒക്കെ ഞാൻ റൈറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 2 years 3 years ആ ഒരു സമയം ആയിട്ടുള്ളൂ. അപ്പം ഈ ഗ്രാറ്റിറ്റ്യൂഡ് അപ്പം ഇങ്ങനെ ഓരോതരം ജേർണലിന്റെ കാര്യങ്ങളുണ്ടെന്നൊക്കെ ഞാൻ എഴുതി തുടങ്ങി. ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടൊക്കെ തുടങ്ങിയാണ് എനിക്ക് മനസ്സിലായത് അതിൽ ഒത്തിരി ടൈപ്പ് ഓഫ് ജേർണലിംഗ് ഉണ്ടെന്ന്. പക്ഷെ അങ്ങനെ വ്യത്യസ്തപരമായിട്ടുള്ള ഒരു ജേർണലിംഗും അല്ല ഞാൻ റൈറ്റ് ചെയ്യുന്നത്. ഞാൻ ഒരു ബുക്കിൽ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ദിവസത്തിലെ ഒരു കാര്യങ്ങളും അതിൻ്റെ കൂടെ എന്നും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് ആയിട്ടുള്ള കാര്യം കൂടി എഴുതാറുണ്ട്. അല്ലാതെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എന്ന് പറഞ്ഞൊരു ജേർണലിനോ അങ്ങനെ ഇല്ല. പക്ഷെ അങ്ങനെ തരംതിരിച്ച് എഴുതുന്നത് വളരെ നല്ല കാര്യമാണ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്നൊരു ജേർണൽ, അതിൽ നോർമൽ ആയിട്ടുള്ള ഒരു ജേർണൽ, ആ രീതിയിൽ നമുക്ക് ഭയങ്കര ആർട്ടായിട്ടുള്ള ജേർണൽ, ആർട്ട് ജേർണലൊക്കെ ഉണ്ട്, നമുക്ക് ഭയങ്കര കളർഫുൾ ആയിട്ട് ആ ജേർണൽ നമ്മൾ ഒരുപാട് എഴുതിയിട്ടൊന്നും ഉണ്ടാകും, നമ്മൾ ആർട്ടായിരിക്കും അതിൽ കൂടുതലുണ്ടാകും. അങ്ങനെ ഒത്തിരി ജേർണൽസ് ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ആ രീതിയിലൊക്കെ ചെയ്തിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ്. അതിന് മാത്രം സമയമുള്ളവർക്കൊക്കെ അത് പറ്റും. പക്ഷെ ഞാൻ ഒരു ബുക്കിൽ നോർമലി എഴുതാം, പക്ഷെ ആ ഞാൻ എഴുതുന്നത് ഇന്നത്തെ ദിവസം ഞാൻ എഴുതുന്നതിൽ എൻ്റെ എന്തായാലും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവും എൻ്റെ ലൈഫിൽ ഇന്ന് ഉണ്ടായിട്ടില്ല. അപ്പം ഏതൊക്കെ രീതിയിലാണ് ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നതെന്നും കൂടി ഇതിൽ പറയട്ടോ. പിന്നെ എല്ലാവരിലേക്കും ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന വേർഡ് എനിക്കൊന്ന് ഭയങ്കര അറിയപ്പെടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ തന്നെ എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു സമയത്ത് ബിഗ് ബോസിലെ പേളിമണി ആ ഒരു കോംബോ അവർ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതേപോലെ അതിനേക്കാൾ കൂടുതൽ നമ്മൾ വേറെ ഏത് സീസൺ ആകുമ്പോൾ എന്ന് എനിക്കറിയില്ല, ആ സീസണിൽ ഒരു
പുറത്ത് രാജ്യത്ത് നിന്ന് വന്ന ഒരു ആളുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ റെഗുലർ ആയിട്ട് കാണുന്ന ഒരാളല്ല. ആ വ്യക്തി എന്നും ഡെയിലി നൈറ്റ് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ്. ആ സമയത്ത് നമ്മളൊക്കെ പ്രെയറിൽ പറയാറുണ്ടല്ലോ, എന്നാലും ഇതിനൊരു സ്പെഷ്യൽ ആയിട്ട് ഒരു ടൈം എടുത്ത് പറയുന്നത് കണ്ടപ്പോൾ വളരെയധികം അത് ചിന്തിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ലൈഫിൽ ഭയങ്കര പോസിറ്റീവ് തരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ലൈഫിൽ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിൽ ഇപ്പോൾ എല്ലാവരും വിചാരിക്കും ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ നമ്മൾ എന്താ എഴുതുക, ഇന്നത്തെ ഭക്ഷണത്തിന് നന്ദി അല്ലെങ്കിൽ ഇന്നത്തെ ദിവസത്തിന് നന്ദി ഇങ്ങനെ വെറുതെ എഴുതണം എന്താണ് വേണ്ടത്. അപ്പൊ ഞാൻ എങ്ങനെയാണ് ഏത് രീതിയിൽ ചിന്തിച്ചിട്ടാണ് എഴുതുന്നത് എന്നുള്ള ഒരു കാര്യം കൂടെ ഇതിന് ഇപ്പൊ പറയാം കേട്ടോ. ഞാൻ എന്റെ ജേർണലിംഗിൽ ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കുന്നത് ഞാൻ എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും കേട്ടോ. അല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എഴുതാറില്ല. മോട്ടിവേറ്റഡ് ആയിട്ട് എനിക്കത് വായിക്കുമ്പോൾ അല്ലെങ്കിൽ അത് എഴുതുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ എനർജി കിട്ടും. എൻ്റെ ലൈഫ് മുന്നോട്ട് ജീവിച്ചു പോകാൻ കുറച്ചും കൂടെ ഒരു സ്ട്രെങ്ത് കിട്ടുന്ന രീതിയിൽ ഞാൻ എൻ്റെ ജേർണലിംഗ് ചെയ്താൽ അതിൽ കൂടുതലും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് ഉൾപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട്. ചിലപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് തന്നെ നന്ദി പറച്ചിൽ മാത്രമായിരിക്കും ചിലപ്പം ഞാൻ എഴുതിയിട്ടുണ്ടാവുക. അപ്പം നമ്മുടെ ലൈഫിൽ ഇപ്പം സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മെമ്മറി എന്തെങ്കിലും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എടുത്തു പറഞ്ഞ് നന്ദി പറയാൻ വേണ്ടി ശ്രമിക്കുക. ചില ആൾക്കാർക്ക് പറയാനുണ്ടാവും ഇന്ന് എനിക്ക് ഒന്നുമില്ല എന്ന്. അങ്ങനെ ഒന്നുമില്ല എന്ന് കണക്കൂട്ടേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി അത് കുറച്ച് ടേസ്റ്റ് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തന്നെ കഴിച്ചപ്പോൾ ഒരു ടേസ്റ്റ് ആരും ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത് വന്നിട്ട് അപ്രീസിയേഷൻ പറഞ്ഞില്ലെങ്കിലും നമുക്ക് ഫീൽ ചെയ്യില്ല ഇന്ന് നല്ല രസമുണ്ട് എന്നുള്ളത്. അതാണെങ്കിലും എഴുതാൻ മതി. അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രണ്ട്സുമായിട്ട് പോയ സമയത്ത് നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ ഒരു മെമ്മറി, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് സ്പെഷ്യലായിട്ട് എടുത്ത് പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. നിങ്ങൾക്ക് പിന്നെ നിങ്ങളെ ലൈഫിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും ഭയങ്കര പ്രൗഡായിട്ട് ഫീൽ ചെയ്ത മൂവ്മെന്റ് ഉണ്ടെങ്കിൽ അത് സ്പെഷ്യലായിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾക്കിപ്പോൾ നന്ദി പറയുമ്പോൾ ഞാൻ എന്താ നന്ദി പറയേണ്ടത് എന്ന് ചിന്തിക്കാതിരിക്കാൻ പറ്റട്ടോ. ഈ ഒരു പോയിന്റ്സ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, ഇന്നത്തെ ദിവസം ചെയ്തതിൽ എന്തെങ്കിലും പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ എൻ്റെ ചെറിയ മോളെ ഡെയിലി ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ആളെ. അപ്പോൾ അല്ലെങ്കിൽ കാരണം കുഞ്ഞു മക്കളാണ്, 2 വയസ്സായ കുട്ടികൾ. അപ്പം നമ്മൾ കുഞ്ഞു കാര്യങ്ങളായിരിക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ അവൾ ഇന്ന് പിക്ക് ചെയ്തിട്ട് അല്ല കറക്റ്റ് എനിക്ക് ആൻസർ തന്നു. അപ്പോൾ അതെന്നെ സംബന്ധിച്ചത് ഭയങ്കര പ്രൗഡ് ഫീൽ ചെയ്തു കേട്ടോ. കാരണം ഞാനെല്ലാം പറഞ്ഞു കൊടുത്തപ്പോൾ കറക്റ്റ് ചെയ്തല്ലോ എന്നുള്ളത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ കുട്ടിയിലേക്ക് നമുക്ക് അധികം കുഞ്ഞുങ്ങളെ വെറുപ്പിച്ചിട്ട് പഠിപ്പിക്കാൻ പറ്റാതെ നമ്മൾ അങ്ങനെ ഇങ്ങനെ കളിക്കുന്ന ഇടയ്ക്കൊക്കെ ആയിരിക്കും അവർക്ക് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അത് പിക്ക് ചെയ്തെന്ന് വയ്ക്കുമ്പോൾ ഉണ്ടാകും നമുക്കൊരു പ്രൗഡല്ലേ. അങ്ങനെയുള്ള കുഞ്ഞു ഞാനൊരു വീട്ടമ്മ ആയതുകൊണ്ട് എനിക്ക് ഇങ്ങനെയുള്ള കുഞ്ഞു പ്രൗഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് നല്ല നല്ല വലിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള പ്രൗഡ് മൂവ്മെന്റ്സ് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എഴുതാം കേട്ടോ. ഇനി ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ആരെങ്കിലൊക്കെ സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയോട് താങ്ക്സ് പറയാനുണ്ടാവും. ഒരു പക്ഷേ ഭയങ്കര മൂടി ആയിരിക്കുന്ന സമയത്തായിരിക്കും എൻ്റെ പാരൻസ് ആരെങ്കിലും എന്നെ കോൾ ചെയ്യുന്നുണ്ടാവുക. അപ്പം അമ്മ പറഞ്ഞ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ ഭയങ്കര എനർജറ്റിക് ആവും. ചിലപ്പോൾ ഹസ്ബൻഡ് ആയിരിക്കാം, ചിലപ്പോൾ കുഞ്ഞുമകളുടെ വായിന്ന് കേട്ട കാര്യമായിരിക്കും. പക്ഷെ നമ്മൾ ഭയങ്കര ഓഫായിട്ട് ഇരിക്കുന്ന സമയത്ത് ആ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് അത് കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര ഒരു എനർജറ്റിക് നമുക്കൊരു പോസിറ്റീവ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് താങ്ക്സ് പറയാൻ വേണ്ടിയിട്ട് ആരെങ്കിലൊക്കെ ചില വ്യക്തികൾ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ചെറിയ റീസൺ കാരണം കേട്ടോ. ഇനിയിപ്പോൾ നമ്മളിപ്പം ഒരുപാട് ക്രേവിങ്സ് ആയിട്ട് ഇരിക്കുകയാണ്, എനിക്ക് സ്വീറ്റ് കഴിക്കണം തോന്നുന്നുണ്ട്. പെട്ടെന്നാണ് കിച്ചണിൽ പോകുമ്പോൾ ഇവിടെ അമ്മച്ചി പായസം ഉണ്ടാക്കിയിട്ടില്ല, ഡെഫിനറ്റ്ലി അത് എത്രയും ഹാപ്പിനെസ് തരുമല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ആരോടെങ്കിലൊക്കെ ഭയങ്കരമായിട്ട് ആരെങ്കിലും കാരണം നമുക്ക് എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു താങ്ക്സ് പറയാന്നുള്ളത്. ഇതൊക്കെ ഞാൻ എൻ്റെ ലൈഫിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള കുഞ്ഞു കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ വലിയ കാര്യങ്ങളായിരിക്കും ചില വ്യക്തികൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ടൊക്കെ താങ്ക്സ് പറയാം കേട്ടോ. എനിക്ക് ഇന്നത്തെ ദിവസം എന്തെങ്കിലും ഭയങ്കര കാര്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ടാവും, ഭയങ്കര ചാലഞ്ച് ആയിട്ടുള്ള പോലത്തെ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടി താങ്ക്സ് പറയാം. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് വലിയ ചാലഞ്ചാണ്. കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ചാലഞ്ചാണ്, ഭയങ്കര ബുദ്ധിമുട്ടി സമയം കണ്ടെത്തിയാണ്. അപ്പം ഇന്നത്തെ ദിവസം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടി താങ്ക്സ് പറയും. അതുപോലെ എനിക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടി താങ്ക്സ് പറയും. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചാലഞ്ച് ആയിട്ട് ചില സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യം പഠിച്ചു തീർക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല, അത് നിങ്ങൾക്ക് ഇത് പഠിച്ചു തീർക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് താങ്ക്സ് പറയാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു ഇതുപോലത്തെ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, ഒരു ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഭയങ്കര ചാലഞ്ചായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്, അത് നിങ്ങൾ ചെയ്ത് തീർത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് താങ്ക്സ് പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ലാസ്റ്റായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ഇത്രയും നേരം നന്ദി പറഞ്ഞു നമ്മുടെ ലൈഫിൽ ഒരു ദിവസം നമുക്ക് എന്തൊക്കെ സംഭവിച്ചു അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നന്ദി പറയുന്നു പറഞ്ഞു. ഇനി ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നടന്നിട്ടുണ്ടാവില്ല, പക്ഷെ നമ്മൾ നടക്കുന്ന ഉറച്ച് വിശ്വസിക്കുന്ന നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹമായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് നന്ദി പറയാറുണ്ട് കേട്ടോ. എനിക്ക് ഇങ്ങനെ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ അത്ര വലിയ റിച്ച് ഒന്നുമല്ല. അപ്പോൾ
റീച്ച് കിട്ടാത്ത അത്രയും വലിയ റീച്ചൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയും, ഇപ്പോൾ യൂട്യൂബിൽ എനിക്ക് അത്യാവശ്യം റീച്ച് തന്നതിന് നന്ദി, അതുപോലെ നന്നായിട്ട് സബ്സ്ക്രൈബേഴ്സ് തന്നതിന് നന്ദി, അല്ലാതെ പോലെ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ സംഭവം പൈസ കയ്യിലുള്ളത് പോലും ഇന്ന് എനിക്ക് ജീവിക്കാനുള്ള പണം നൽകി അനുഗ്രഹിച്ചതിന് അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ആ ഒരു നന്ദി പറയില്ലേ, നമ്മൾ ഗ്രേറ്റ്ഫുൾ ആണ്. നമുക്ക് നടക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അത് നടന്നിട്ടൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മുടെ ലൈഫിൽ അത് നടന്ന പോലെ അതിനിങ്ങനെ നന്ദി പറയും. ആ ഒരു ഇതിന് അത്രയും താങ്ക്ഫുൾ പറയാറുണ്ട്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മനസ്സിന് ഭയങ്കര ഹാപ്പി തരാറുണ്ട്. അതുപോലെ അതൊരു എനിക്കൊരു കോൺഫിഡൻസ് ആണ്, നാളെ അത് സംഭവിക്കുന്നു, എന്തായാലും സംഭവിക്കും, അത് എനിക്ക് ഉറച്ച വിശ്വാസമാണ്. അപ്പോൾ അത് സംഭവിക്കും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം ഒരിക്കൽ കൂടെ ഒരു താങ്ക്സ് പറഞ്ഞിട്ട് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും. പിന്നെ തന്ന ജീവിതത്തിനും അതിനൊക്കെ ഉള്ള ഒരു നമുക്ക് നാളത്തെ ഒരു ലൈഫിന് വേണ്ടിയിട്ട് നമ്മൾ നന്ദി പറയില്ലേ, അങ്ങനെ ആ ഒരു രീതിയിൽ നന്ദി പറയാറുണ്ട്. അങ്ങനെ എനിക്ക് തോന്നുന്നു അങ്ങനെ പറയുന്നത് ഇപ്പം എല്ലാവരും വിചാരിക്കും ഈ മുന്നേ പറഞ്ഞ പോയിന്റ്സിലൊക്കെ നമ്മുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾക്കും നമ്മൾ ഏതൊക്കെ രീതിയിലാണ് നന്ദി പറയേണ്ടതെന്ന് പറയുമ്പോൾ ഇത് സംഭവിക്കാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ സംഭവിക്കാൻ നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നന്ദി ഇങ്ങനെ എപ്പോഴും പറയാം. അത് ചിലപ്പോൾ നടന്നിട്ടൊന്നും ഉണ്ടാവില്ല. ഇപ്പം ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്തൊക്കെ വാവയ്ക്ക് വാവ വന്നു എന്നുള്ള രീതിയിൽ, അല്ലെ വാവ അങ്ങനെ ഹെൽത്തി ആണ് എന്നുള്ള രീതിയിൽ നന്ദി പറയാറുണ്ടായിരുന്നു. കാരണം വാവ ഹെൽത്തി ആണോ ഇല്ലയോ നമുക്ക് അറിയില്ലല്ലോ. പക്ഷെ ഞാനിപ്പം അത് നമ്മൾ പറയാവുന്ന ഏറ്റവും നല്ല ഒരു എക്സാമ്പിൾ ആണ്. കാരണം ഏതൊരു അമ്മയും അതൊക്കെയല്ലേ ചിന്തിക്കുള്ളൂ, അല്ലാതെ തിരിച്ച് ചിന്തിക്കില്ലല്ലോ. ആ ഒരു രീതിയിൽ എല്ലാം നാളത്തേക്കെന്ന് വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഗോളിനെല്ലാം കിട്ടി എന്ന രീതിയിൽ, അല്ലെങ്കിൽ അത് സംഭവിക്കും എന്നുള്ള രീതിയിൽ നന്ദി പറയാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാട്ടോ ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലായിട്ട് എഴുതുന്ന കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കിട്ടുന്നത് എന്താ പറയുക, നിങ്ങൾക്ക് നാച്ചുറൽ ആയിട്ടുള്ളൊരു കൺട്രോളാണ്, മൈൻഡിൽ നല്ലൊരു കൺട്രോൾ കിട്ടും. പിന്നെ നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റി ഭയങ്കരമായിട്ട് ചേഞ്ച് ആയിരിക്കും. നിങ്ങളൊരു ദിവസത്തിൽ നിങ്ങൾ ചിന്തിക്കാത്ത എല്ലാ തരത്തിലുള്ള കാര്യങ്ങൾക്കും നിങ്ങൾ നന്ദി സൂചകമായിട്ട് ചിന്തിക്കുന്ന സമയത്ത് നിങ്ങളുടെ ക്യാരക്ടറേ ചേഞ്ച് ആവും. നിങ്ങളുടെ ഒരു ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ട് വരും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു 21 ദിവസമെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ ശരിക്കും നമ്മുടെ ലൈഫിൽ അതൊരു ഹാബിറ്റായിട്ട് മാറും. അപ്പോൾ ദിവസം അങ്ങനെ എഴുതാൻ വേണ്ടിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാറ്റം കാണാൻ പറ്റും. മാറ്റം കണ്ടിട്ട് ഇതിൽ കമൻറ്റ് ചെയ്യണമെങ്കിൽ ഇതുപോലെ എഴുതുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.